ഓം ശാന്തി 21-3-2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് നിങ്ങളുടെ യോഗബലത്തിലൂടെ മുഴുവൻ സൃഷ്ടിയെയും പാവനമാക്കി മാറ്റണം. നിങ്ങൾക്ക് യോഗബലത്തിലൂടെ മാത്രമേ മായയുടെ മേൽ വിജയം നേടി ജഗത് ജീതാവാൻ സാധിക്കൂ. ചോദ്യം: ബാബയുടെ പാർട്ട് എന്താണ്? ആ പാർട്ടിനെ നിങ്ങൾ കുട്ടികൾ എന്തിന്റെ ആധാരത്തിലാണ് മനസ്സിലാക്കിയത്? ഉത്തരം: ബാബയുടെ പാർട്ടാണ് എല്ലാവരുടെയും ദുഃഖം ഇല്ലാതാക്കി സുഖം നൽകുക, രാവണന്റെ ചങ്ങലകളിൽ നിന്ന് രക്ഷിക്കുക. എപ്പോഴാണോ ബാബ വരുന്നത്, അപ്പോൾ ഭക്തിയുടെ രാത്രി പൂർത്തിയാകും. ബാബ നിങ്ങൾക്ക് തന്റെയും തന്റെ സമ്പത്തിന്റെയും പരിചയം നൽകുന്നു. നിങ്ങൾ ഒരു ബാബയെ അറിയുന്നതിലൂടെ എല്ലാം അറിയുന്നു. ഗീതം: അങ്ങ് തന്നെയാണ് മാതാവും പിതാവും. ഓം ശാന്തി. കുട്ടികൾ ഓം ശാന്തിയുടെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ട്. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നമ്മൾ ആത്മാക്കളാണ്. ഈ സൃഷ്ടിയാകുന്ന ഡ്രാമയിൽ നമ്മുടേത് മുഖ്യമായ പാർട്ടാണ്. ആരുടെ പാർട്ടാണ്? ആത്മാവ് ശരീരം ധാരണ ചെയ്ത് പാർട്ട് അഭിനയിക്കുന്നു. അതിനാൽ കുട്ടികളെ ഇപ്പോൾ ആത്മാഭിമാനികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും സമയം ദേഹാഭിമാനത്തിലായിരുന്നു. ഇപ്പോൾ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. ഡ്രാമ പ്ലാൻ അനുസരിച്ച് നമ്മുടെ ബാബ വന്നു കഴിഞ്ഞു. ബാബ വരുന്നതും രാത്രിയിലാണ്. എപ്പോഴാണ് വരുന്നത് എന്നതിന്റെ നാളോ തീയതിയോ ഒന്നുമില്ല. ആരാണോ ലൗകിക ജന്മം എടുക്കുന്നത് അവർക്കാണ് നാളും തീയതിയുമെല്ലാം ഉണ്ടാവുക. എന്നാൽ ഇത് പാരലൗകിക പിതാവാണ്. ബാബയ്ക്ക് ലൗകിക ജന്മമില്ല. കൃഷ്ണന് നാള്, തീയതി, സമയം എല്ലാം നൽകുന്നുണ്ട്. ബാബയുടേതാണെങ്കിൽ ദിവ്യജന്മം എന്നാണ് പറയുക. ബാബ ഇദ്ദേഹത്തിൽ പ്രവേശിച്ച് പറയുന്നു, ഇത് പരിധിയില്ലാത്ത ഡ്രാമയാണ്. ഇതിൽ പകുതി കൽപ്പം രാത്രിയാണ്. എപ്പോഴാണോ രാത്രി അല്ലെങ്കിൽ ഘോര അന്ധകാരം ഉണ്ടാകുന്നത്, അപ്പോഴാണ് ഞാൻ വരുന്നത്. നാളും തീയതിയും ഒന്നുമില്ല. ഈ സമയത്ത് ഭക്തിയും തമോ പ്രധാനമാണ്. പകുതി കൽപ്പം പരിധിയില്ലാത്ത പകലാണ്. ബാബ സ്വയം പറയുന്നു, ഞാൻ ഇദ്ദേഹത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഗീതയിലും ഭഗവാനു വാച എന്നുണ്ട്. എന്നാൽ ഒരു മനുഷ്യന് ഭഗവാനാകാൻ സാധിക്കില്ല. കൃഷ്ണൻ ദൈവിക ഗുണധാരിയാണ്. ഇത് മനുഷ്യലോകമാണ്. ഇത് ദേവലോകമല്ല. ബ്രഹ്മ ദേവതായ നമഃ എന്ന് പാടുന്നുണ്ട്. അത് സൂക്ഷ്മവതനവാസിയാണ്. കുട്ടികൾക്കറിയാം, അവിടെ അസ്ഥിയും മാംസവും ഉണ്ടാകില്ല. അത് സൂക്ഷ്മത്തിലുള്ള വെളുത്ത നിഴലാണ്. എപ്പോഴാണോ മൂലവതനത്തിലിരിക്കുന്നത്, അപ്പോൾ ആത്മാവിന് സൂക്ഷ്മ ശരീരവും ഉണ്ടാവില്ല, അസ്ഥിയുള്ള ശരീരവും ഉണ്ടാവില്ല. ഈ കാര്യങ്ങൾ ഒരു മനുഷ്യനും അറിയില്ല. ബാബ തന്നെയാണ് വന്ന് കേൾപ്പിക്കുന്നത്. ബ്രാഹ്മണർ തന്നെയാണ് കേൾക്കുന്നത്. മറ്റാരും കേൾക്കില്ല. ബ്രാഹ്മണവർണം ഭാരതത്തിലാണ് ഉണ്ടാകുന്നത്. പരമപിത പരമാത്മാവ് പ്രജാപിത ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണ ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്യുമ്പോഴാണ് അതുണ്ടാകുന്നത്. ബാബയെ ഇപ്പോൾ രചയിതാവെന്ന് പറയില്ല. പുതിയ രചന ഒന്നും തന്നെ രചിക്കുന്നില്ല. കേവലം പുനരുദ്ധരിക്കുന്നു. വിളിക്കുന്നുമുണ്ട്, അല്ലയോ ബാബ, പതിത ലോകത്തിൽ വന്ന് ഞങ്ങളെ പാവനമാക്കി മാറ്റൂ. ഇപ്പോൾ നിങ്ങളെ പാവനമാക്കി മാറ്റുകയാണ്. നിങ്ങൾ പിന്നീട് യോഗബലത്തിലൂടെ ഈ സൃഷ്ടിയെ പാവനമാക്കി മാറ്റുന്നു. മായയുടെ മേൽ വിജയം നേടി നിങ്ങൾ ജഗത് ജീത്തായി മാറുന്നു. യോഗബലത്തെ സയൻസിന്റെ ബലം എന്നും പറയാറുണ്ട്.
ഋഷിമുനിമാർ എല്ലാവരും ശാന്തി ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ശാന്തിയുടെ അർത്ഥം തന്നെ അറിയുന്നില്ല. ഇവിടെ തീർച്ചയായും പാർട്ട് അഭിനയിക്കണമല്ലോ. ശാന്തിധാമമാണ് മധുരമായ ശാന്തിയുടെ വീട്. നിങ്ങൾ ആത്മാക്കൾക്കറിയാം, നമ്മുടെ വീട് ശാന്തിധാമമാണ്. ഇവിടെ നമ്മൾ പാർട്ട് അഭിനയിക്കാൻ വന്നതാണ്. ബാബയെയും വിളിക്കുന്നുണ്ട്. അല്ലയോ പതിത പാവന, ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനെ, വരൂ, ഞങ്ങളെ രാവണന്റെ ഈ ചങ്ങലകളിൽ നിന്നും രക്ഷിക്കൂ. ഭക്തി രാത്രിയാണ്, ജ്ഞാനമാണ് പകൽ. രാത്രി തോറ്റുപോകുന്നു, പിന്നീട് ജ്ഞാനത്തിന്റെ വിജയം ഉണ്ടാകുന്നു. ഇത് സുഖദുഃഖത്തിന്റെ കളിയാണ്. നിങ്ങൾക്കറിയാം, ആദ്യം നമ്മൾ സ്വർഗത്തിലായിരുന്നു, പിന്നീട് താഴെ ഇറങ്ങി നരകത്തിൽ വന്നു വീണു. കലിയുഗം എപ്പോൾ അവസാനിക്കും, പിന്നീട് സത്യുഗം എപ്പോൾ വരും, ഇതാർക്കും അറിയില്ല. നിങ്ങൾ ബാബയെ തിരിച്ചറിയുന്നു. ബാബയെ അറിയുന്നതിലൂടെ നിങ്ങളെ എല്ലാം അറിയുന്നു. മനുഷ്യർ ഭഗവാനെ അന്വേഷിച്ച് എത്ര ബുദ്ധിമുട്ടുന്നു. ബാബയെ അറിയുന്നില്ല. ബാബ വന്ന് തന്റെയും സമ്പത്തിന്റെയും പരിചയം നൽകുമ്പോൾ മാത്രമേ അറിയുന്നുള്ളൂ. സമ്പത്ത് അച്ഛനിൽ നിന്ന് തന്നെയാണ് ലഭിക്കുന്നത്, അമ്മയിൽ നിന്നല്ല. ഇദ്ദേഹത്തെ മാതാവെന്നും വിളിക്കാറുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിൽ നിന്ന് സമ്പത്ത് ലഭിക്കുകയില്ല. ഇദ്ദേഹത്തെ ഓർമ്മിക്കേണ്ട ആവശ്യവുമില്ല. ബ്രഹ്മ, വിഷ്ണു, ശങ്കരന്മാരും ശിവബാബയുടെ കുട്ടികളാണ്. ഇതും ആർക്കും അറിയില്ല. പരിധിയില്ലാത്ത മുഴുവൻ ലോകത്തിന്റെയും രചയിതാവ് ഒരേ ഒരു ബാബയാണ്. ബാക്കി എല്ലാവരും ബാബയുടെ രചനകളോ അല്ലെങ്കിൽ പരിധിയുള്ള രചയിതാവോ ആണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികളോട് ബാബ പറയുകയാണ്, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. മനുഷ്യർക്ക് ബാബയെ അറിയില്ല, അതിനാൽ ആരെ ഓർമ്മിക്കും? അതിനാലാണ് ബാബ പറയുന്നത്, എത്ര ദരിദ്രരായി മാറിയിരിക്കുന്നു. ഇതും ഡ്രാമയിൽ ഉള്ളതാണ്. ഭക്തിയിലും ജ്ഞാനത്തിലും രണ്ടുമുള്ള സർവശ്രേഷ്ഠ കർമ്മമാണ് ദാനം ചെയ്യുക എന്നത്. ഭക്തിമാർഗത്തിൽ ഈശ്വരാർത്ഥം ദാനം ചെയ്യുന്നു. എന്തുകൊണ്ട്? എന്തെങ്കിലും ആഗ്രഹം തീർച്ചയായും ഉണ്ടാകും. എങ്ങനെയുള്ള കർമ്മമാണോ ചെയ്യുന്നത്, അതിനനുസരിച്ചുള്ള ഫലം അടുത്ത ജന്മത്തിൽ ലഭിക്കും. ഈ ജന്മത്തിൽ എന്തു ചെയ്യുന്നുവോ അതിന്റെ ഫലം അടുത്ത ജന്മത്തിൽ ലഭിക്കും എന്ന് കരുതുന്നു. ജന്മജന്മാന്തരങ്ങളിലേക്ക് നേടില്ല, ഒരു ജന്മത്തിലേക്ക് ഫലം ലഭിക്കുന്നു. ഏറ്റവും നല്ലതിലും നല്ല കർമ്മമാണ് ദാനം. ദാനിയെ പുണ്യാത്മാവ് എന്നാണ് പറയുന്നത്. ഭാരതത്തെ മഹാദാനി എന്നാണ് പറയുന്നത്. ഭാരതത്തിൽ എത്ര ദാനം ചെയ്യുന്നുവോ അത്രയും മറ്റൊരു ഖണ്ഡത്തിലും ചെയ്യുന്നില്ല. ബാബയും വന്ന് കുട്ടികൾക്ക് ദാനം നൽകുന്നു. കുട്ടികൾ പിന്നീട് അച്ഛന് ദാനം നൽകുന്നു. പറയുന്നു, ബാബ അങ്ങ് വരികയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ശരീരം, മനസ്സ്, ധനം എല്ലാം അങ്ങയെ ഏൽപ്പിക്കും. അങ്ങല്ലാതെ മറ്റാരുമില്ല ഞങ്ങൾക്ക്. ബാബയും പറയും, എനിക്കും നിങ്ങൾ കുട്ടികൾ മാത്രമേയുള്ളൂ. എന്നെ വിളിക്കുന്നത് തന്നെ സ്വർഗസ്ഥനായ പിതാവ് അല്ലെങ്കിൽ സ്വർഗത്തിന്റെ സ്ഥാപന ചെയ്യുന്ന പിതാവ് എന്നാണ്. ഞാൻ വന്ന് നിങ്ങൾക്ക് സ്വർഗത്തിന്റെ ചക്രവർത്തി പദവി നൽകുന്നു. കുട്ടികൾ എന്റെ പേരിൽ എല്ലാം സമർപ്പിക്കുന്നു. ബാബ, ഇതെല്ലാം അങ്ങയുടേതാണ്. ഭക്തി മാർഗത്തിലും പറയുന്നു, ബാബ ഇതെല്ലാം അങ്ങ് നൽകിയതാണ്. പിന്നീടത് നഷ്ടപ്പെടുമ്പോൾ ദുഃഖിക്കുന്നത് എന്തിനാണ്? അത് ഭക്തിയിലെ അല്പകാല സുഖമാണ്. ബാബ മനസ്സിലാക്കി തരുന്നു, ഭക്തി മാർഗത്തിൽ നിങ്ങൾ എനിക്കായി ദാനപുണ്യങ്ങൾ ചെയ്യുന്നു. ഇൻഡയറക്റ്റായി അതിന്റെ ഫലം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ സമയത്ത് ഞാനിരുന്ന് നിങ്ങൾക്ക് കർമ്മം, അകർമ്മം, വികർമ്മത്തിന്റെ രഹസ്യം മനസ്സിലാക്കി തരികയാണ്.
ഭക്തിമാർഗത്തിൽ നിങ്ങൾ എന്ത് കർമ്മം ചെയ്യുന്നുവോ അതിന്റെ അല്പകാലത്തിലേക്കുള്ള സുഖം എന്നിലൂടെ ലഭിക്കുന്നു. ഈ കാര്യങ്ങൾ ലോകത്തിലെ ആർക്കും അറിയില്ല. ബാബ തന്നെയാണ് വന്ന് കർമ്മത്തിന്റെ ഗതി മനസ്സിലാക്കി തരുന്നത്. സത്യയുഗത്തിൽ ഒരിക്കലും ആരും മോശമായ കർമ്മങ്ങൾ ചെയ്യുകയില്ല. സദാ സുഖം തന്നെ സുഖമാണ്. സുഖധാമം അഥവാ സ്വർഗത്തെ ഓർമ്മിക്കുന്നുമുണ്ട്. ഇപ്പോൾ ഇരിക്കുന്നത് നരകത്തിലാണ്. എന്നിട്ടും പറയുന്നു ഇന്നയാൾ സ്വർഗത്തിലേക്ക് പോയെന്ന്. എന്നാൽ തമോ പ്രധാനമായതിനാൽ അവർ സ്വർഗമെന്താണ് നരകമെന്താണ് എന്നതൊന്നും അറിയുന്നില്ല. പരിധിയില്ലാത്ത ബാബ പറയുന്നു, നിങ്ങൾ എല്ലാവരും എത്ര തമോ പ്രധാനമായിരിക്കുന്നു. ഡ്രാമയെ അറിയുന്നില്ല. സൃഷ്ടിയുടെ ചക്രം കറങ്ങുന്നു എന്നത് അറിയാം. എങ്കിൽ അത് അതുപോലെ ആവർത്തിക്കുമല്ലോ. അവർ പേരിന് മാത്രം പറയുന്നു. ഇപ്പോൾ ഇത് സംഗമയുഗമാണ്. ഈ ഒരേയൊരു സംഗമയുഗത്തെക്കുറിച്ചാണ് മഹിമയുള്ളത്. പകുതി കൽപ്പം ദേവതകളുടെ രാജ്യം നടക്കുന്നു. പിന്നീട് ആ രാജ്യം എവിടെ പോയി, ആരാണ് അതിനെ ജയിക്കുന്നത്, ഇത് ആർക്കും അറിയില്ല. ബാബ പറയുന്നു രാവണനാണ് ജയിക്കുന്നത്. പിന്നീട് അവർ ദേവതകളും അസുരന്മാരും തമ്മിലുള്ള യുദ്ധമാണിരുന്ന് കാണിക്കുന്നത്. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തരുന്നു, നിങ്ങൾ 5 വികാരങ്ങളാകുന്ന രാവണനോട് തോൽക്കുന്നു. പിന്നീട് രാവണനു മേൽ വിജയവും നേടുന്നുണ്ട്. നിങ്ങൾ പൂജ്യരായിരുന്നു. പിന്നീട് പൂജാരിയും പതീതവുമായി മാറുന്നു. അതിനാലാണ് രാവണനോട് തോറ്റുപോകുന്നത്. രാവണൻ നിങ്ങളുടെ ശത്രുവാണ്. അതിനാലാണ് സദാ കത്തിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് അറിയില്ല. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തരുന്നു, രാവണനാലാണ് നിങ്ങൾ പതീതമായത്. ഈ വികാരങ്ങളെ തന്നെയാണ് മായ എന്ന് പറയുന്നത്. മായ ജീത്താണ്, ജഗത്ത് ജീത്ത്. ഈ രാവണൻ ഏറ്റവും പഴയ ശത്രുവാണ്. ഇപ്പോൾ ശ്രീമതത്തിലൂടെ നിങ്ങൾ ഈ 5 വികാരങ്ങളുടെ മേൽ വിജയം നേടുന്നു. ബാബ വന്നിരിക്കുന്നത് വിജയം നേടിത്തരാനാണ്. ഇത് കളിയല്ലേ? മായയോട് തോൽവി തന്നെ തോൽവി, അതിനുശേഷം ജയം തന്നെ ജയം. വിജയം ബാബ തന്നെയാണ് നേടിത്തരുന്നത്. അതിനാലാണ് ബാബയെ സർവശക്തിവാൻ എന്ന് പറയുന്നത്. മായയും കുറഞ്ഞ ശക്തിയുള്ള ആളല്ല. എന്നാൽ മായ ദുഃഖമാണ് നൽകുന്നത്. അതിനാലാണ് മഹിമയില്ലാത്തത്. രാവണൻ വളരെ ബുദ്ധിശാലിയാണ്. നിങ്ങളുടെ രാജധാനി പോലും തട്ടിയെടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി നമ്മൾ എങ്ങനെയാണ് തോൽക്കുന്നത്, പിന്നീട് എങ്ങനെയാണ് വിജയം നേടുന്നത്. എനിക്ക് ശാന്തി വേണം, എനിക്കെന്റെ വീട്ടിലേക്ക് പോകണം എന്ന് ആത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ഭക്തർ ഭഗവാനെ ഓർമ്മിക്കുന്നുണ്ട്. എന്നാൽ കല്ല് ബുദ്ധികളായതിനാൽ മനസ്സിലാക്കുന്നില്ല. ഭഗവാൻ അച്ഛനാണ് എങ്കിൽ അച്ഛനിൽ നിന്ന് തീർച്ചയായും സമ്പത്തും ലഭിക്കുന്നുണ്ടാകും. തീർച്ചയായും ലഭിക്കുന്നുണ്ട്. എന്നാൽ എപ്പോഴാണ് ലഭിക്കുന്നത്, പിന്നീട് എപ്പോഴാണ് നഷ്ടപ്പെടുന്നത്, ഇതറിയില്ല. ബാബ പറയുന്നു, ഞാൻ ഈ ബ്രഹ്മ ശരീരത്തിലൂടെയാണ് നിങ്ങൾക്കിരുന്ന് മനസ്സിലാക്കി തരുന്നത്. എനിക്കും കർമ്മേന്ദ്രിയങ്ങൾ വേണമല്ലോ. എനിക്ക് സ്വന്തമായി കർമ്മേന്ദ്രിയങ്ങൾ ഇല്ലല്ലോ. സൂക്ഷ്മവതനത്തിലും കർമ്മേന്ദ്രിയങ്ങളുണ്ട്. നടന്നും ചുറ്റിക്കറങ്ങിയും സിനിമ പോലെ ചലിക്കുന്നു. ഇവിടെ ചലനവും ശബ്ദവും ഉള്ള സിനിമയാണ്. അതിനാൽ മനസ്സിലാക്കി തരുന്നത് ബാബയ്ക്കും സഹജമാണ്. അവരുടേത് ബാഹുബലമാണ്, നിങ്ങളുടേത് യോഗബലമാണ്. ആ 2 സഹോദരങ്ങളും ഒരുമിച്ച് ചേർന്നാൽ വിശ്വത്തിനു മേൽ രാജ്യം ഭരിക്കാൻ സാധിക്കും. എന്നാൽ അകൽച്ചയിലാണ്. നിങ്ങൾ കുട്ടികൾക്ക് സൈലൻസിന്റെ ശുദ്ധമായ അഭിമാനം വേണം. നിങ്ങൾ മന്മനാഭവയുടെ ആധാരത്തിൽ സൈലൻസിലൂടെ ജഗത് ജീത്തായി മാറുന്നു. എന്നാൽ അവർക്ക് സയൻസിന്റെ അഹങ്കാരമാണ്. നിങ്ങൾ
സൈലൻസിന്റെ അഭിമാനമുള്ളവർ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നു. ഓർമ്മയിലൂടെ നിങ്ങൾ സതോ പ്രധാനമായി മാറും. വളരെ സഹജമായ വഴി പറഞ്ഞു തരുന്നു. നിങ്ങൾക്കറിയാം, ശിവബാബ വന്നിരിക്കുകയാണ് നമ്മൾ കുട്ടികൾക്ക് വീണ്ടും സ്വർഗത്തിന്റെ സമ്പത്ത് നൽകാൻ. ബാബ പറയുന്നു, നിങ്ങൾക്ക് കലിയുഗത്തിലെ എന്തെല്ലാം കർമ്മബന്ധനങ്ങളുണ്ടോ അതിനെയെല്ലാം മറക്കൂ. 5 വികാരങ്ങളെയും എനിക്ക് ദാനമായി നൽകൂ. നിങ്ങൾ എന്തിനെയെല്ലാം എന്റെ എന്റെ എന്ന് പറഞ്ഞു വന്നോ, എന്റെ പതി, എന്റെ ഇന്നയാൾ, ഇതെല്ലാം മറന്നുകൊണ്ടേ പോകൂ. എല്ലാം കണ്ടുകൊണ്ടും അതിനോടുള്ള മമത്വം ഇല്ലാതാക്കൂ. ഈ കാര്യങ്ങൾ കുട്ടികൾക്ക് തന്നെയാണ് മനസ്സിലാക്കി തരുന്നത്. ആർക്കാണോ ബാബയെ അറിയാത്തത് അവർക്ക് ഈ ഭാഷ മനസ്സിലാകില്ല. ബാബ വന്ന് മനുഷ്യനിൽ നിന്ന് ദേവതയാക്കി മാറ്റുന്നു. ദേവതകൾ സത്യയുഗത്തിലാണ് ഉണ്ടാവുക. കലിയുഗത്തിലുള്ളത് മനുഷ്യരാണ്. ഇപ്പോൾ വരേക്കും അതിന്റെ അടയാളങ്ങൾ അഥവാ ചിത്രങ്ങളുണ്ട്. എന്നെ പതീത പാവനൻ എന്നാണ് വിളിക്കുന്നത്. എന്റെ ഗ്രേഡ് ഒരിക്കലും താഴേക്ക് വരുന്നില്ല. നിങ്ങൾ പറയുന്നു, ഞങ്ങൾ പാവനമായിരുന്നു, പിന്നീട് ഗ്രേഡ് കുറഞ്ഞു വന്നപ്പോൾ പതീതമായി. ഇപ്പോൾ ബാബ വന്ന് പാവനമാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഇതാണ് ആത്മീയ ജ്ഞാനം. അവിനാശിയായ ജ്ഞാനരത്നങ്ങളല്ലേ? ഇത് പുതിയ ജ്ഞാനമാണ്. ഇപ്പോൾ നിങ്ങളെ ഈ ജ്ഞാനം പഠിപ്പിക്കുകയാണ്. രചയിതാവിന്റെയും രചനയുടെ ആദിമധ്യ അന്ത്യത്തിന്റെയും രഹസ്യം പറഞ്ഞു തരുന്നു. ഇപ്പോൾ ഇത് പഴയ ലോകമാണ്. ഇതിൽ നിങ്ങളുടെ ആരെല്ലാം മിത്രസംബന്ധികളുണ്ടോ തന്റെ ദേഹസഹിതം എല്ലാത്തിൽ നിന്നും മമത്വം ഇല്ലാതാക്കണം. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ തന്റെ എല്ലാം ബാബയെ ഏൽപ്പിക്കുന്നു. ബാബ പിന്നീട് സ്വർഗത്തിന്റെ ചക്രവർത്തി പദവി 21 ജന്മങ്ങളിലേക്ക് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. കൊടുക്കൽ വാങ്ങൽ നടന്നുകൊണ്ടേയിരിക്കും. ബാബ നിങ്ങൾക്ക് 21 ജന്മങ്ങളിലേക്ക് രാജ്യഭാഗ്യം നൽകുന്നു. 21 ജന്മം 21 തലമുറ എന്ന് പാടിയിട്ടുണ്ടല്ലോ. അർത്ഥം 21 ജന്മം പൂർണമായും ഉണ്ടാകുന്നു. ഇടയിൽ വെച്ച് ആരും ശരീരം ഉപേക്ഷിക്കില്ല. അകാല മൃത്യു ഉണ്ടാകില്ല. നിങ്ങൾ അമരരായി മാറി അമരപുരിയുടെ അധികാരിയായി മാറുന്നു. നിങ്ങളെ ഒരിക്കലും കാലിന് വിഴുങ്ങാൻ കഴിയില്ല. ഇപ്പോൾ നിങ്ങൾ മരിക്കാൻ വേണ്ടി പുരുഷാർത്ഥം ചെയ്യുകയാണ്. ബാബ പറയുന്നു, ദേഹസഹിതം ദേഹത്തിന്റെ സർവസംബന്ധങ്ങളും ഉപേക്ഷിച്ച് ഒരു ബാബയുമായി ബന്ധം വയ്ക്കണം. ഇപ്പോൾ സുഖത്തിന്റെ സംബന്ധത്തിലേക്ക് പോവുക തന്നെ വേണം. ദുഃഖത്തിന്റെ ബന്ധനങ്ങളെ മറന്നുകൊണ്ടിരിക്കും. ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്നും പവിത്രമാകണം. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ഒപ്പമൊപ്പം ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യൂ. ഈ ദേവതകളെ പോലെ ആകണം. ഇതാണ് പ്രധാന ലക്ഷ്യം. ഈ ലക്ഷ്മി നാരായണന്മാർ സ്വർഗത്തിന്റെ അധികാരികളായിരുന്നു. ഇവർ എങ്ങനെ രാജ്യം നേടി, പിന്നീട് എവിടെ പോയി, ഇതാർക്കും അറിയില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. ആർക്കും ദുഃഖം നൽകരുത്. ബാബ ദുഃഖം ഹരിച്ച് സുഖം തരുന്നവനാണ്. അതിനാൽ നിങ്ങളും സുഖത്തിന്റെ വഴി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. അർത്ഥം അന്ധരുടെ ഊന്നുവടിയായി മാറണം. ഇപ്പോൾ ബാബ നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെ 3ാമത്തെ നേത്രം നൽകിയിട്ടുണ്ട്. ബാബ എങ്ങനെയാണ് പാട്ടഭിനയിക്കുന്നത് എന്നത് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ ബാബ നിങ്ങളെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ലോപിച്ചു പോകും. ദേവതകളിൽ ഈ ജ്ഞാനം ഉണ്ടാകില്ല. നിങ്ങൾ ബ്രഹ്മമുഖവംശാവലി ബ്രാഹ്മണർക്ക് മാത്രമേ രചയിതാവിന്റെയും രചനയുടെയും ജ്ഞാനമുള്ളൂ. മറ്റാർക്കും അറിയില്ല. അഥവാ ഈ ലക്ഷ്മി നാരായണന്മാരിൽ ഈ ജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ
പരമ്പരയായി നടന്നു വരുമായിരുന്നു. അവിടെ ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. എന്തെന്നാൽ അവിടെ സദ്ഗതിയാണ്. ഇപ്പോൾ നിങ്ങൾ എല്ലാം ബാബയ്ക്ക് ദാനം നൽകുന്നു. അതിനാൽ ബാബ നിങ്ങൾക്ക് 21 ജന്മങ്ങളിലേക്ക് എല്ലാം നൽകുന്നു. ഇങ്ങനെ ഒരു ദാനം എവിടെയും നടക്കാറില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ സർവാംശം നൽകുന്നു. ബാബ, ഇതെല്ലാം അങ്ങയുടേതാണ്. അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ എല്ലാം. അങ്ങ് തന്നെയാണ് മാതാവും പിതാവും. പാർട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ. കുട്ടികളെ ദത്തെടുക്കുന്നു, പിന്നീട് സ്വയം പഠിപ്പിക്കുകയും ചെയ്യുന്നു. ശേഷം സ്വയം തന്നെ ഗുരുവായി മാറി എല്ലാവരെയും തിരിച്ചു കൊണ്ടുപോകുന്നു. പറയുന്നു, നിങ്ങൾ എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ പാവനമായി മാറും. പിന്നീട് നിങ്ങളെ കൂടെ കൊണ്ടുപോകും. ഇവിടെ യജ്ഞം രചിച്ചിരിക്കുകയാണ്. ഇത് ശിവജ്ഞാന യജ്ഞമാണ്. ഇതിൽ നിങ്ങൾ ശരീരം, മനസ്സ്, ധനം എല്ലാം അർപ്പിക്കുന്നു. സന്തോഷത്തോടെ എല്ലാം അർപ്പണമാകുന്നു. ആത്മാവ് ബാക്കിയുണ്ടാകും. ബാബ, ഇനി ഞങ്ങൾ അങ്ങയുടെ ശ്രീമതത്തിലൂടെ നടക്കും. ബാബ പറയുന്നു, ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നുകൊണ്ടും പവിത്രമാകണം. 60 വയസ്സ് പൂർത്തിയാകുമ്പോൾ വാനപ്രസ്ഥത്തിലേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. എന്നാൽ അവർ തിരിച്ചു പോകാൻ വേണ്ടിയാണോ തയ്യാറെടുക്കുന്നത്? നിങ്ങൾ ഇപ്പോൾ സദ്ഗുരുവിൽ നിന്ന് മന്മനാഭവ എന്ന മന്ത്രം എടുക്കുന്നു. ഭഗവാന്റെ വാക്കുകളാണ്. നിങ്ങൾ എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. എല്ലാവരോടും പറയൂ, നിങ്ങൾ എല്ലാവരുടെയും വാനപ്രസ്ഥ അവസ്ഥയാണ്. ശിവബാബയെ ഓർമ്മിക്കൂ. ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകണം. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. കലിയുഗത്തിലെ സർവസംബന്ധങ്ങളെയും ബുദ്ധി കൊണ്ട് മറന്ന് 5 വികാരങ്ങളെ ദാനം ചെയ്ത് ആത്മാവിനെ സത്തോ പ്രധാനമാക്കി മാറ്റണം. ഒരേ ഒരു സൈലൻസിന്റെ ശുദ്ധമായ അഭിമാനം ഉണ്ടാകണം. 2. ഈ രുദ്രജ്ഞാന യജ്ഞത്തിൽ സന്തോഷത്തോടെ തന്റെ ശരീരം, മനസ്സ്, ധനം എന്നിവ അർപ്പണം ചെയ്ത് സഫലമാക്കണം. ഈ സമയത്ത് എല്ലാം ബാബയുടെ കൈകളിൽ ഏൽപ്പിച്ച് 21 ജന്മങ്ങളിലേക്കുള്ള ചക്രവർത്തി പദവി ബാബയിൽ നിന്നും നേടണം. വരദാനം: ആവേശത്തിന്റെ അംശം പോലും ത്യാഗം ചെയ്യുന്നവരായ പുണ്യാത്മാവായി ഭവിക്കട്ടെ. സ്വമാനധാരി കുട്ടികൾ എല്ലാവർക്കും ബഹുമാനം നൽകുന്ന ദാതാക്കളായിരിക്കും. അവരിൽ ഒരിക്കലും ഏതൊരാത്മാവിനെ പ്രതിയും സങ്കല്പത്തിൽ പോലും ആവേശം ഉണ്ടായിരിക്കുകയില്ല. എന്തുകൊണ്ടാണിത്? ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്, സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ജ്ഞാനം എന്താണ് പറയുന്നത്? ഇതുപോലും സൂക്ഷ്മ ആവേശത്തിന്റെ അംശമാണ്. എന്നാൽ സ്വമാനധാരി പുണ്യാത്മാക്കൾ വീണ് കിടക്കുന്നവരെയും എഴുന്നേൽപ്പിക്കും, സഹയോഗിയായി മാറ്റും. അവർക്കൊരിക്കലും ഇങ്ങനെ സങ്കല്പിക്കാൻ സാധിക്കില്ല. അവരവരുടെ കർമ്മഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഭവിക്കുക തന്നെ ചെയ്യും. അവർ വീഴേണ്ടത് തന്നെയാണ് എന്ന്. ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ താങ്കൾ കുട്ടികളിൽ ഉണ്ടാവാൻ പാടില്ല. സ്ലോഗൻ: സന്തുഷ്ടതയുടെയും പ്രസന്നതയുടെയും വിശേഷത തന്നെയാണ് പറക്കുന്ന കലയുടെ അനുഭവം ചെയ്യിപ്പിക്കുന്നത്. അവ്യക്ത സൂചന: സത്യതയുടെയും സഭ്യതയുടെയും സംസ്കാരത്തെ സ്വന്തമാക്കൂ. സത്യതയുടെ ശക്തിയുടെ അടയാളമാണ് നിർഭയത. പറയാറുണ്ട്, സത്യം നൃത്തം ചെയ്യും. അർത്ഥം: സത്യതയുടെ ശക്തിയുള്ളവർ സദാ നിശ്ചിന്ത ചക്രവർത്തിമാരായിരിക്കുന്നത് കാരണം, നിർഭയരായിരിക്കുന്നത് കാരണം സന്തോഷത്താൽ നൃത്തം ചെയ്യും. അഥവാ തന്റെ സങ്കല്പത്തിലെങ്കിലും ദുർബലതയുണ്ടെങ്കിൽ
ആ ദുർബലത തന്നെ മനസ്സിന്റെ സ്ഥിതിയെ ഇളക്കത്തിലേക്ക് കൊണ്ടുവരും. അതിനാൽ തന്റെ സൂക്ഷ്മ ദുർബലതകളെയും അവിനാശി രുദ്രയജ്ഞത്തിൽ സ്വാഹ ചെയ്യൂ. ഓം ശാന്തി.